ഹായ് ഓൾ, വെൽക്കം ടു ഹോംലി പ്രോഫിറ്റ്സ്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ഡേ ക്യാൻഡിലാണ്. അപ്പോൾ ഡേ ക്യാൻഡിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇന്ന് നല്ലൊരു ബെയറിഷ് ആയിട്ടാണ് ക്യാൻഡിൽ ക്ലോസ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ ക്ലോസ് എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ച്, അതായത് കുറച്ച് ദിവസം കൊണ്ട് ആ ഒരു റേഞ്ചിന് താഴെ ആണ് ഇന്നത്തെ ക്ലോസും വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റേഞ്ചും ഇതിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിപ്പം ഡെയിലിയിൽ നോക്കുകയാണെങ്കിൽ അടുത്തൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്, ഒരു 54,000 ഇനി അടുത്തൊരു ബാങ്ക് നിഫ്റ്റിയുടെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു സപ്പോർട്ട് സോണ് വരുന്നത്. അപ്പോൾ നമ്മൾ 50 മിനിറ്റ്സിൻ്റെ ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെയാണ് ലെവൽസ് നമുക്ക് വരയ്ക്കാം. അതിന് മുമ്പ് ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഡേറ്റയും കൂടി ഒന്ന് നോക്കാം. ഇപ്പം ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഡേറ്റ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കോൾ ഒ ഐ വന്നിരിക്കുന്നത് 55,000 അതുപോലെ തന്നെ പുട്ട് ഒ ഐ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 54,000 അപ്പോൾ ഒ ഐ ചേഞ്ച് നോക്കുകയാണെങ്കിൽ ഈ 55,000 പുട്ട് ഒ ഐ ഇവിടെ അൺവൈൻഡിങ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോൾ ഒ ഐ ആണെങ്കിൽ ഇവിടെ 55,000 കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് റൈറ്റ് ചെയ്തിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത് ഇപ്പം എക്സ്പയറി ഡേയും കൂടിയാണ്. അപ്പം ഇൻഫോയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പിൻ വന്നിരിക്കുന്നത് 55,000 അപ്പം മാർക്കറ്റ് ക്ലോസ് വരാൻ ചാൻസ് ഉള്ളത് ഈ 55,000 എന്നാണ് ഇപ്പോഴത്തെ ഒരു ഡേറ്റ വെച്ചിട്ട് നമുക്ക് നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ PCR വാല്യൂ വന്നിരിക്കുന്നത് 0.43 ആണ്. അതായത് നല്ലൊരു ബെയറിഷ് ആയിട്ട് ആണ് മാർക്കറ്റ് ഉള്ളതെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഇതിൽ ചാർട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ഒരു റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ, ഇന്നത്തെ ഉണ്ടായിരുന്ന ഈ ഒരു ലെവലിൽ നമുക്കൊരു റെസിസ്റ്റൻസ് സോണായിട്ട് കൺസിഡർ ചെയ്യാം. ഇനി ഒരു സപ്പോർട്ട് സോണായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇന്നത്തെ ക്ലോസിങ് വന്നിരിക്കുന്ന ഈ ഒരു ലെവലിനെ ഒരു സപ്പോർട്ട് സോണായിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പം ഇത് രണ്ടാണ് ഒരു മെയിനായിട്ടുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് സോണ്. ഇനി അടുത്തൊരു റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റും ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഈ ഒരു ലെവലിലാണ്. അതായത് 55,000 ഉള്ളതാണ് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു റെസിസ്റ്റൻസ് സോണ് വരുന്നത്. ഇനിയിപ്പം സപ്പോർട്ട് സോൺ നോക്കുകയാണെങ്കിൽ ഇനി 54,000, ഇപ്പം ഡെയിലി ക്യാൻഡിലാണെങ്കിലും നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്തൊരു സപ്പോർട്ട് വരുന്നത് ഈ 54,000 അടുത്തൊരു മെയിനായിട്ട് വരുന്ന ഒരു സപ്പോർട്ട് സോൺ ഉള്ളത്. അപ്പം ഇതെല്ലാമാണ് മെയിനായിട്ട് വരുന്ന സപ്പോർട്ട് സോൺ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത്. അപ്പം രണ്ട് റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് ഒന്ന് ഈ ഒരു ലെവലും അടുത്തതൊരു 55,000 എന്നുള്ള സ്ട്രോങ് ആയിട്ട് കോൾ റേറ്റിംഗ് വന്നിരിക്കുന്ന ഒരു ഏരിയയാണ് ഈ 55,000 എന്ന് പറയുന്നത്. അടുത്ത ഒരു സപ്പോർട്ട് സോൺ നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് ഇന്നത്തെ ഒരു ക്ലോസ് വന്നിരിക്കുന്ന ഒരു ലെവൽ, ഇന്നത്തെ ലോയും ഇന്നത്തെ ക്ലോസും വന്നിരിക്കുന്ന ഈ ഒരു ലെവലിന് നമുക്കൊരു സപ്പോർട്ട് സോണായിട്ട് നമുക്ക് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോണായിട്ടും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിനായിട്ട് വരുന്നൊരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 54,000 ആണ്. ഈ 54,000 ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് വന്നിരിക്കുന്നത്. അപ്പം നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പം എക്സ്പയറിങ് കൂടിയാണ്. അപ്പം ആ ഒരു രീതിയിൽ വേണം നമ്മൾ മാർക്കറ്റിനെ നെക്സ്റ്റ് ഡേ അപ്രോച്ച് ചെയ്യാൻ. അപ്പം ഈ ഒരു ഇവിടെയാണ് ഇപ്പം മാർക്കറ്റിൽ നിന്ന് ക്ലോസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് ഒരു ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഈ ഒരു ലെവലിൽ സപ്പോർട്ട് എടുത്ത് താഴേക്ക് പോവുകയാണെങ്കിൽ നമുക്കൊരു അടുത്തൊരു ലെവൽ വരെയൊക്കെ മാർക്കറ്റ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതല്ല ഗ്യാപ്പ് അപ്പായിട്ടാണ് ഈ ഒരു റേഞ്ചിന് മുകളിലാണ് ഓപ്പൺ ആവുന്നതെങ്കിലും ഈ ഒരു ലെവലിൽ ടെസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു 55,000 പോകാനുള്ള ചാൻസും ഉണ്ട്. കാരണം 55,000 ആണ് ഇപ്പോഴത്തെ ഇതനുസരിച്ച് 55,000 മാക്സ് പെയിൻ വന്നിരിക്കുന്നത്. ആ ഒരു ലെവലിൽ മാർക്കറ്റ് ക്ലോസ് ആവുന്നതാണ് ഈ ഇപ്പോഴത്തെ ഒരു ഡേറ്റ വെച്ച് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് രണ്ട് ഓപ്ഷൻസ്, ഗ്യാപ്പ് ഡൗൺ അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പ്. അതല്ലെങ്കിൽ മാർക്കറ്റ് ഈ ഒരു റേഞ്ച് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിട്ടോ ഫ്ലാറ്റ് ഓപ്പൺ അല്ലെങ്കിൽ പോലും ചെറിയ ഗ്യാപ്പ് അപ്പം ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലുമാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിൽക്കാനുള്ള ചാൻസും ഉണ്ട്. കാരണം എക്സ്പയറി ഡേ ആയതുകൊണ്ട് ഈ ഒരു ലെവലിൽ പോകാനുള്ള ചാൻസും ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് നമുക്ക് ചെറിയൊരു ഷോർട്ടൊക്കെ കിട്ടുകയാണെങ്കിൽ ചെറിയ ഷോർട്ട് എൻട്രി ഒക്കെ ഈ ഒരു ലെവലിൽ നമുക്ക് കയറിയാൽ ഈ ഒരു ലെവലിൽ എക്സിറ്റ് ആവുന്ന രീതിയിൽ നമുക്ക് എൻട്രി എടുക്കാം. അതല്ല ഇവിടുന്ന് ഒരു ലോങ് കിട്ടുകയാണെങ്കിലും ലോങ് എൻട്രി ട്രിഗർ ആവുകയാണെങ്കിലും നമുക്ക് ലോങ് നോക്കാം. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് മാത്രമേ അത് ഹോൾഡ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നമുക്ക് എക്സിറ്റ് ആവുന്ന രീതിയിലും നമുക്ക് കൺസിഡർ ചെയ്യാം. മാർക്കറ്റ് ഈ ഒരു ലെവൽ മുകളിലേക്കാണെങ്കിലും താഴേക്കാണെങ്കിലും ഏതെങ്കിലും ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത്, ഇപ്പം മുകളിലേക്കാണെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത്
ഒന്ന് റീടെസ്റ്റ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് ലോങ്ങും, താഴേക്കാണെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് താഴെ പോയി ഒന്ന് റീടെസ്റ്റ് ഈ ലെവലിനെ റീടെസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ താഴേക്കും നമുക്ക് എൻട്രീസും കിട്ടും. അപ്പം ഈ ഒരു റേഞ്ച് എന്നുള്ളത് ഇന്നത്തെ ഈ ഒരു ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ ഇന്ന് ഒരു നല്ലൊരു ഷോർട്ട് വന്ന് നിന്ന ആ ഒരു ലെവൽ എന്ന് പറയുന്നത് ബ്രേക്ക് ചെയ്തിട്ട് മുകളിലേക്കാണെങ്കിലും താഴേക്കാണെങ്കിലും കയറുന്നതാണ്. അതായത് ഈ ഒരു ലെവലും ബ്രേക്ക് ചെയ്തിട്ട് ലോങ് അല്ലെങ്കിൽ ഷോർട്ട് നോക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഈ 55,000 എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണും ഈ 54,000 എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണുമാണ്. അപ്പോൾ ഈ ലെവല് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കിയിട്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ നിഫ്റ്റീൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഡേ ക്യാൻഡിലാണ്. അപ്പം നിഫ്റ്റിയുടെ ഡേ ക്യാൻഡിൽ നോക്കുകയാണെങ്കിലും ഇന്ന് നല്ല ബെയറിഷ് ആയിട്ടാണ് ക്യാൻഡിൽ ക്ലോസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഇന്നത്തെ ക്ലോസ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലിൻ്റെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടാണ് ഇന്ന് ക്ലോസ് വന്നിരിക്കുന്നത്. അതായത് ഓഗസ്റ്റ് 18-ാം തീയതി ഒരു ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഇന്ന് ഫില്ലായിട്ടുണ്ട്. അപ്പം ബാങ്ക് നിഫ്റ്റീനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം ബാങ്ക് നിഫ്റ്റിൻ്റെ കേസിൽ ഈ ഒരു ലെവലും കൂടി ബ്രേക്ക് ചെയ്തിട്ടാണ് ഇന്ന് ക്യാൻഡിൽ ക്ലോസ് വന്നിരിക്കുന്നത്. പക്ഷെ നിഫ്റ്റി ഇന്ന് ഈ ഒരു റേഞ്ചിൽ ആണ് ഇന്ന് ക്ലോസ് വന്നിരിക്കുന്നത്. അപ്പം ഓവറോള് കുറച്ച് ബെറ്റർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് എന്ന് പറയുന്നത് നിഫ്റ്റിയാണ്. പക്ഷേ ഓവറോൾ ട്രെൻഡ് ഇപ്പോൾ നിഫ്റ്റീൻ്റെ ആണെങ്കിലും ബാങ്ക് നിഫ്റ്റിൻ്റെ ആണെങ്കിലും നല്ല ബെയറിഷ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഡേറ്റ നോക്കുകയാണെങ്കിൽ ഇപ്പം നിഫ്റ്റീൻ്റെ ഡേറ്റ നോക്കുകയാണെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 25,000-ലാണ്. അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് 24,900-ലും 24,800-ലുമാണ്. അതുപോലെ തന്നെ പുട്ട് 24,700-ലും 24,800, 24,600, 24,500 ഈ 3 സ്ട്രൈക്ക് പ്രൈസിലാണ് പുട്ട് റേറ്റിംഗ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. ഓവറോൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കോൾ റേറ്റിംഗ് ആണ് കൂടുതലും വന്നിരിക്കുന്നത് പുട്ട് റേറ്റിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഇനി OA ചേഞ്ച് നോക്കുകയാണെങ്കിലും പുട്ട് കുറച്ച് ഇവിടെ അൺവൈൻഡ് നടത്തിയിട്ടുണ്ട്. അതായത് 24,900, 25,000-ലൊക്കെ പുട്ട് അൺവൈൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 24,800-ലൊക്കെ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് കോൾ റേറ്റിംഗും വന്നിട്ടുണ്ട്. അതായത് ഓവറോൾ നോക്കുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ളത് ഇപ്പം റെസിസ്റ്റൻസ് സോൺ ആണ് ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് വരുന്നത്. സപ്പോർട്ട് സോൺ നടന്നത് വീക്ക് ആയിട്ടും ഉണ്ട്. അതായത് നല്ലൊരു ബെയറിഷിലാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. ഇനി ഇൻഫോയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം മാക്സ് പെയിൻ വന്നിരിക്കുന്നത് 24,800-ലാണ്. അപ്പോൾ ഇനിയിപ്പം നാളെ ഇപ്പം ഹോളിഡേ ആണ്. ഇപ്പം നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത് എക്സ്പയറി ഡേയും കൂടിയാണ്. അപ്പോൾ ഈ ഒരു സ്ട്രൈക്ക് പ്രൈസിൽ എക്സ്പയർ ആവുമെന്നാണ് ഇപ്പോഴത്തെ ഒരു ഡേറ്റ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ PCR വാല്യൂ നോക്കുകയാണെങ്കിൽ 0.57 ആണ്. 0.57 എന്ന് പറയുന്നത് അതൊരു നല്ലൊരു ബെയറിഷ് ആയിട്ട് തന്നെയാണ് ഉള്ളത്. ചാർട്ട് എടുത്ത് നമുക്ക് നാളത്തെ ലെവൽസ് നോക്കുകയാണെങ്കിൽ അപ്പോൾ 50 മിനിറ്റ്സ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് ഇന്നത്തെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ ആയിട്ട് ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഇനിയിപ്പോൾ റെസിസ്റ്റൻസ് സോൺ നോക്കുകയാണെങ്കിൽ ഈ 24,800 അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നമുക്കൊരു അടുത്തൊരു റെസിസ്റ്റൻസ് സോൺ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ മെയിനായിട്ട് വരുന്ന തൊട്ട് മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് ഈ ഒരു ലെവല് ഈ 18-ാം തീയതി ഉണ്ടായിരുന്ന ഈ ഒരു ലെവലിന് നമുക്ക് അടുത്തൊരു റെസിസ്റ്റൻസ് സോൺ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ സപ്പോർട്ട് സോൺ നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് വരുന്നൊരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് അടുത്തൊരു ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്നൊരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഒരു 24,600-നെ നമുക്കൊരു അടുത്തൊരു സപ്പോർട്ട് സോൺ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ചാർട്ട് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ പിന്നെ അടുത്ത വരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ലെവലാണ് 24,550 ആ ഒരു റേഞ്ചിലാണ് അടുത്തൊരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത്. അപ്പം ഓവറോൾ എനിക്കിപ്പം ബാങ്ക് നിഫ്റ്റിൻ്റെ കേസിലാണെങ്കിലും നിഫ്റ്റീൻ്റെ കേസിലാണെങ്കിലും പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബെയറിഷിലാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത്. അപ്പം ലോങ് പോകുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ഒക്കെ ലോട്ട് സൈസ് ഒക്കെ വേണമെങ്കിൽ കുറച്ചിട്ട് വേണം നമ്മളിപ്പം ലോങ് പോകാനാണെങ്കിൽ എടുക്കേണ്ടത്. കാരണം ഇപ്പോൾ ഓവറോൾ ട്രെൻഡ് എന്ന് പറയുന്നത് ഒരു ബെയറിഷ് ആയിട്ടാണ്. അപ്പം ഇപ്പോൾ ലോങ് പോകാനുള്ളൊരു സെറ്റപ്പ് ഒക്കെ വന്ന് ലോങ് എടുക്കുകയാണെങ്കിൽ അത് ലോട്ട് സൈസ് ഒക്കെ കുറച്ചിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ട്രെൻഡിന് അനുസരിച്ച് പോകുമ്പോൾ ആണ് നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറ്റുക. അപ്പം ട്രെൻഡിന് ഓപ്പോസിറ്റ് ഇപ്പോൾ ലോങ് പോകുക എന്ന് പറഞ്ഞാൽ ട്രെൻഡിന് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ലോട്ട് സൈസ് അതിനനുസരിച്ച് മാനേജ് ചെയ്യുന്നതായിരിക്കും
നല്ലത്. അപ്പം ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത്. ക്ലോസ് വന്നിരിക്കുന്ന ഈ ഒരു റേഞ്ചിലാണ്. അപ്പം ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് നമുക്ക് കിട്ടുകയാണെങ്കിൽ, നമുക്ക് ഈ ഒരു ലെവലിൽ നിന്നൊക്കെ ഒന്ന് റീടെസ്റ്റ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഷോർട്ട് ഈസി ആയിട്ട് നമുക്ക് ഷോർട്ട് കയറാൻ പറ്റുന്ന ഒരു ലെവലാണ്. അപ്പം ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് നോക്കാം. അതുപോലെ തന്നെ ഇപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇന്ന് ഉണ്ടായിരുന്ന ആ ഒരു സ്വിങ് ഒരു കുറേ നേരം നിന്ന ഒരു റേഞ്ച് എന്ന് പറയുന്ന ഈ ഒരു റേഞ്ചാണ്. അപ്പം ഈ ഒരു റേഞ്ചിന് മുകളിലേക്കെങ്കിലും മാർക്കറ്റ് എത്തിയിട്ട് നമ്മൾ ലോങ് നോക്കുന്നതാണ് നല്ലത്. അതായത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയിട്ട് മാത്രം ലോങ് നോക്കുക. കാരണം ഇപ്പം ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ഒക്കെ ആയി മാർക്കറ്റ് ഈ ഒരു ലെവലിൽ ടെസ്റ്റ് ചെയ്ത് വീണ്ടും നമുക്ക് ഷോർട്ട് പോകാനുള്ള ചാൻസ് ആണ് ഈ ഒരു ഏരിയയിൽ കൂടുതൽ. അപ്പോൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ ലോങ് നോക്കാൻ പാടുള്ളൂ. അപ്പം ലോങ് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ഇമ്മീഡിയറ്റ് ഇപ്പം ഈ ഒരു ഇപ്പം ഇവിടുന്ന് നമുക്കൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയി അല്ലെങ്കിൽ ഈ ഒരു ലെവൽ വരെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഇവിടുന്ന് നമുക്ക് നല്ലൊരു ബെയറിഷ് സിഗ്നൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഷോർട്ട് നോക്കാൻ പറ്റും. അതായത് ഈ ലെവലിന് താഴെ ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് വൺസ് ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു റെസിസ്റ്റൻസ് സോൺ, അടുത്ത ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്ന ഈ ഒരു സോൺ വരെ നമുക്ക് ചെറിയ ഒരു ഷോർട്ട് നോക്കാം. അപ്പം അടുത്ത ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് പിന്നെ അടുത്തൊരു റെസിസ്റ്റൻസ് സോൺ ആയിട്ട് നമുക്ക് ഈ ഒരു ലെവലിനെ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ലോങ് പോകാൻ ആണെങ്കിൽ ഈ ഒരു ലെവൽ, ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് കിട്ടിയതിന് ശേഷം മാത്രം ഈ ഒരു ലെവലിൽ നിന്ന് മാത്രം ലോങ് പോകാൻ നോക്കുക. അപ്പോൾ ഷോർട്ട് പോകാനാണെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് റീടെസ്റ്റ് ചെയ്തെങ്കിൽ നമുക്ക് ഷോർട്ട് പോകാം. അതല്ല ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിട്ട് ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് പോകാം. അതായത് തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് ഈവൻ മുകളിലേക്ക് പോയാലും ഈ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാണ്ട് ഈ ഒരു ലെവലിൽ നിന്ന് നമുക്ക് ഷോർട്ട് കിട്ടിയാലും നമുക്ക് ഷോർട്ട് നോക്കാം. അപ്പോൾ ഈ 3 കണ്ടീഷനിൽ നമുക്ക് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിലും ഈ ലെവൽ ബ്രേക്ക് ചെയ്യാണ്ട് ഇവിടുന്നൊരു റിവേഴ്സൽ എൻട്രി കിട്ടിയാലും ഗ്യാപ്പ് ഡൗൺ ആണെങ്കിലും നമുക്ക് ഷോർട്ട് പോകുന്നതായിരിക്കും കുറച്ചും കൂടി നമുക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറ്റുക. കാരണം ട്രെൻഡ് എന്ന് പറയുന്നത് നല്ലൊരു ഡൗൺ ട്രെൻഡ് ആയതുകൊണ്ട്. ലോങ് പോകാനാണെങ്കിൽ ഈ ഒരു റേഞ്ചിന് മുകളിൽ നമുക്ക് ചെറിയ രീതിയിൽ ഷോർട്ടൊക്കെ പോകാം, ലോങ് ഒക്കെ പോകാം. പക്ഷെ അത് ഹോൾഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ശ്രദ്ധിച്ചിട്ട് മാത്രം നമ്മൾ ഹോൾഡ് ചെയ്ത് ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത ശേഷം മാത്രം അത് പ്രോപ്പറായിട്ട് ഹോൾഡ് ചെയ്യാം. അപ്പം കാരണം ഇന്ന് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തു, നാളെ ഇപ്പം എക്സ്പയറി ഡേയും കൂടിയാണ്. അപ്പം നല്ല മൂവ് കിട്ടുമോ അതോ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് വേണം അത് ഹോൾഡ് ചെയ്ത് നിൽക്കണോ അതോ ഇപ്പം സെല്ലിംഗ് ഒക്കെ ആണെങ്കിൽ അത് ഹോൾഡ് ചെയ്ത് നിന്നാലും ഡി കെ വരുന്നത് കൊണ്ട് നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും. പക്ഷെ ബൈയിങ് ചെയ്യുമ്പം ആ റേഞ്ചിൻ്റെ ഉള്ളിൽ നല്ല നാരോ റേഞ്ചൊക്കെ ആണെങ്കിൽ ആ റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ട് മാത്രം കയറുന്നതായിരിക്കും നല്ലത്. ഇതാണ് ഇപ്പം നിഫ്റ്റിൻ്റെ ആണെങ്കിലും ബാങ്ക് നിഫ്റ്റിൻ്റെ ആണെങ്കിലും ഒന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ലോങ് നോക്കുമ്പോൾ ലോട്ട് സൈസൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പം ഇതാണ് നിഫ്റ്റിൻ്റെ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിൻ്റെ ഒരു അനാലിസിസ് വരുന്നത്. താങ്ക് യു.